ഏതെങ്കിലും മേഖലകളിൽ, വിഷയങ്ങളിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്നെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ആ വാക്തത്വത്തിന്റെ നിവൃത്തിയിലേക്ക് നീ നടക്കുന്ന പാതയിൽ നീ ഒറ്റപ്പെടൽ അനുഭവിക്കാം. പക്ഷേ ദൈവം യോസേഫിനോട് കൂടെ ഇരുന്നത് പോലെ വാക്തത്വം നൽകിയ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ചാർന്ന് ദൈവത്തെ സ്തുതിച്ചിട്ട് പറഞ്ഞു, ഒറ്റപ്പെടലുകളുടെ നടുവിൽ ദൈവം എന്റെ കൂടെയുണ്ട്. അപ്പോൾ ആ യോസേഫ് ഒറ്റയ്ക്കല്ല, ദൈവം യോസേഫിനോട് കൂടെ ഉണ്ട്. ഏതൊക്കെയോ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുവെന്നുള്ള മാനസികപരമായ നിലകളിലുള്ള നിന്റെ തകർച്ചയെ ഇന്ന് പരിശുദ്ധാത്മാവ് പൊളിക്കുകയാണ്. യോസേഫ് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. സ്നേഹത്തോടെ തന്റെ സഹോദരങ്ങളുടെ അടുക്കലേക്കാണ് യോസേഫ് വരുന്നത്. പക്ഷേ യോസേഫിനെ അവരുടെ കുടുംബത്തിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഭയങ്കര ഒറ്റപ്പെടൽ. അവനെ ഒരു അടിമയെ പോലെ നടക്കുക ഈജിപ്തിലേക്ക്. ഒട്ടക്കുഴിക്കകത്ത് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു. യോസേഫ് പറയുകയാണ്, മിസ്രയീമിൽ യോസേഫിനെ ദൈവം ഉയർത്തി വാഗ്ദത്ത നിവൃത്തിയിലേക്ക് യോസേഫിനെ ദൈവം നടത്തിയപ്പം ഏതെങ്കിലും മേഖലകളിൽ, വിഷയങ്ങളിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്നെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. ആ വാക്തത്വത്തിന്റെ നിവൃത്തിയിലേക്ക് നീ നടക്കുന്ന പാതയിൽ നീ ഒറ്റപ്പെടൽ അനുഭവിക്കാം. പക്ഷേ ദൈവം യോസേഫിനോട് കൂടെ ഇരുന്നത് പോലെ വാക്തത്വം നൽകിയ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ചാർന്ന് ദൈവത്തെ സ്തുതിച്ചിട്ട് പറഞ്ഞു, ഒറ്റപ്പെടലുകളുടെ നടുവിൽ ദൈവം എന്റെ കൂടെയുണ്ട്. അപ്പോൾ ആ യോസേഫ് ഒറ്റയ്ക്കല്ല, ദൈവം യോസേഫിനോട് കൂടെ ഉണ്ട്. ഏതൊക്കെയോ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുവെന്നുള്ള മാനസികപരമായ നിലകളിലുള്ള നിന്റെ തകർച്ചയെ ഇന്ന് പരിശുദ്ധാത്മാവ് പൊളിക്കുകയാണ്. യോസേഫ് പറയുകയാണ്, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാണ്. അർത്ഥം, ഞാൻ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളെ സ്നേഹിച്ചത് നിമിത്തം. പക്ഷേ ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ ദൈവം എന്നെ വാഗ്ദത്തത്തിലേക്ക് അയക്കുന്ന വഴിയായിരുന്നു. വാഗ്ദത്തങ്ങളിലേക്കുള്ള പാതയിൽ ഒറ്റപ്പെടലുകൾ ഉണ്ടാകാം. പക്ഷേ നീ തനിച്ചല്ല, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഒരു ദിവസം നീ വെളിപ്പെടുത്താൻ പോകുകയാണ്. അപ്പനായിരിക്കുന്ന യാക്കോബ് ഏശാവിനെ ഭയന്ന് വീട് വിട്ടിറങ്ങേണ്ടി വന്നു. ഒരു ദിവസം നടന്ന് പകൽ സമയം തീർന്നു, രാത്രിയായി. അല്പസമയം വിശ്രമിക്കാമെന്ന് കരുതി വിശ്രമിച്ചു. ഏകനായി വിശ്രമിക്കുകയാണ്. അവിടെ ആരുമില്ല. പക്ഷേ അവിടെ കിടക്കുമ്പോൾ താൻ ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു ഗോവണി, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സ്വപ്നം താൻ കണ്ടപ്പോൾ തനിക്ക് ബോധ്യമായി, വാസ്തവമായി ഈ സ്ഥലത്ത് ദൈവമുണ്ട്. നീ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നല് എവിടെ നിനക്ക് വരുന്നോ അവിടെ ഈ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള അടയാളം നിനക്ക് തരുന്നൊരു ദൈവമാണ്. നീ തനിച്ചല്ല, നിന്റെ കൂടെ നിന്നെ സൃഷ്ടിച്ച ദൈവമുണ്ട്.
നീ വാഗ്ദത്തങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്തങ്ങളിലേക്ക് നടക്കുന്ന പാതയിൽ ആമേൻ നീ തനിച്ചായിരിക്കാം എന്ന് നിനക്ക് തോന്നാം. പക്ഷെ നീ തനിച്ചല്ല, നിന്റെ കൂടെ ഒരുവനുണ്ട്. നിന്റെ കൂടെ ഒരുവന്റെ സാന്നിധ്യമുണ്ട്. ആ ഒരുവൻ നിന്നെ സൃഷ്ടിച്ചതായ ദൈവമാണ്. യോസേഫ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ ഇവിടെ എത്തിച്ചതാണ്. എവിടൊക്കെ ഞാൻ താഴ്ച അനുഭവിച്ചിട്ടുണ്ടോ അതിന് കാരണക്കാർ നിങ്ങളല്ല. ആര്? രക്തബന്ധങ്ങളല്ല, എന്റെ ബന്ധുക്കളല്ല, എന്റെ കുടുംബങ്ങളല്ല. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ദൈവം വാഗ്ദത്തത്തിലേക്ക് നടത്തുന്ന പാതയിൽ ദൈവം എന്നെ നടത്തിയതാണെന്ന്?